ഇന്ന് കണ്ട വളരെ പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ മൂർഖൻ പാമ്പിനെ കുട്ടികൾ പിടിച്ചൊരു കുപ്പിയിലാക്കിയ ഒരു ന്യൂസ്. നമ്മളിൽ പലർക്കും വിഷമുള്ള പാമ്പ് ഏതാ വിഷമില്ലാത്ത പാമ്പ് ഏതാന്ന് തിരിച്ചറിയാനോ അതെങ്ങനെ കൈകാര്യം ചെയ്യണോ എന്നുള്ള കൃത്യമായ ധാരണയില്ല. സോ ഇന്നത്തെ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് തരാനും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. കൃത്യമായ പരിശീലനമില്ലാതെ ഒരാളും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനോ രക്ഷിക്കാനോ ശ്രമിക്കാൻ പാടില്ല. അപകടരഹിതമായ രീതിയിൽ നിങ്ങളൊരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷർമെൻറ്റുകളോട് കൂടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ പരിശീലനം ലഭിച്ച ഒരാൾക്ക് മാത്രമേ ഞങ്ങളിത് പ്രിഫർ ചെയ്യുന്നത്. പാമ്പുകളെ പറ്റി കൂടുതലായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്നേക്ക് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കയറി നോക്കുക. ഞങ്ങളിത് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രവണത കുട്ടികളാരും അനുകരിക്കാതിരിക്കട്ടെ. അതേപോലെ തന്നെ ചെറിയൊരു തലനാരിഴക്കാണ് കുട്ടികൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം മൂർഖൻ പാമ്പിനെയാണ് അവർ കുപ്പിയിലേക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഇൻസിഡൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും പല രീതിയിലുള്ള വീഡിയോസ്, അതായത് പാമ്പിനെ പിടിച്ചുകൊണ്ടും പാമ്പിനെ തൊട്ടും തലോടിക്കൊണ്ടുള്ള എപ്പിസോഡായിട്ടുള്ള വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അറിയാതെ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ അപകട സാധ്യതകൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന ആളുകളിലൂടെ മനസ്സിലാക്കണം. ഒരു രീതിയിലുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് കൊണ്ടോ മെഷർമെൻറ്റുകളോ ഇല്ലാതെ പാമ്പിനെ പിടിക്കാതിരിക്കുക. ഇങ്ങനെ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു ബോധം ഉൾക്കൊള്ളും. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഇടുന്ന സമയത്ത് അവർ അനുകരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഒരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഇല്ലാതെയാണ് പാമ്പിനൊക്കെ തൊടാൻ വേണ്ടി പോകുന്നത്. വലിയൊരു അപകട സാധ്യത അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു അപകട സാധ്യത തീർച്ചയായിട്ടും ഉൾക്കൊള്ളണം. ഇനി പറയാനുള്ളത് കുട്ടികളോടാണ്. മഴക്കാലമാണ്. ഒരു രീതിയിലുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സുകളോ മുതിർന്നവരോ ഒന്നും ഇല്ലാതെ പാമ്പിനടുത്തേക്ക് പോകാനോ റെസ്ക്യൂ ചെയ്യാനൊന്നും പോവാതിരിക്കുക.